നിങ്ങൾക്കറിയാം അള്ളാഹു റസൂലിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസമുണ്ടായ രംഗം തായിഫിലാണ് അല്ലേ? ഏറ്റവും പ്രയാസമുണ്ടായ രംഗം ഉഹദിലാണ്. ഉഹദിൽ ആളെ കൂട്ടിയിട്ട് പ്രാർത്ഥിച്ചു, സഹബാക്കളെ കൂട്ടിയിരുത്തിയിട്ട് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ തായിഫിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മലക്കുകൾ വന്നപ്പോൾ അവിടെ ആ മലക്കുകളോട് അവർക്കെതിരിൽ പ്രാർത്ഥിക്കണ്ട എന്നും അവരെ നശിപ്പിക്കണ്ട എന്നും ജിബ്രീലിനോട് പറഞ്ഞുവെങ്കിലും റസൂലുള്ളാഹി എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു എന്നതായിട്ട് അദ്ദേഹം ഇന്ന് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുകയുണ്ടായി. ആ പ്രാർത്ഥനയെക്കുറിച്ച് പണ്ഡിതന്മാരുടെ ചർച്ചയുണ്ട് എങ്കിലും അതിനെ ഹസനിലേക്ക് എത്തിച്ചവരുണ്ട്. അല്ലാഹുമ്മ ഇന്നി അശ്കൂ ഇലൈക ضعف قوتي وقلة حيلتي وهواني على الناس يا رب العالمين أنت رب المستضعفين أنت ربي أنت حسبي إلى من تكلني إلى قريب إلى عدو يتهجمني أو إلى بعيد ملكته أمري إن لم يكن لك غضب علي فلا أبالي ولكن عافيتك أوسع لي أعوذ بنور وجهك الذي أشرقت له الظلمات وصلح عليه أمر الدنيا والآخرة أن يحل علي سخطك أو يحل علي غضبك لك العتبى حتى ترضى. ഇതാണ് ഇന്ന് മദീന ഇമാം മിമ്പർ നബിയുടെ ഓതിയതായ തായിഫിൽ വെച്ചിട്ട് റസൂലുള്ളാഹി ഓതിയ പ്രാർത്ഥനയാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചതായ പ്രാർത്ഥന. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്ഥിരീകരിക്കപ്പെടുകയാണെങ്കിൽ അത് സ്ഥിരീകരിക്കപ്പെടുകയാണെങ്കിൽ റസൂലുള്ളാഹി പറഞ്ഞതായിട്ട് ആ പ്രാർത്ഥന അതിൻ്റെ അർത്ഥ ഗാംഭീര്യത അർത്ഥവത്തായ പ്രാർത്ഥനയാണ്. അത് യഥാർത്ഥത്തിൽ എൻ്റെ പ്രശ്നങ്ങൾ ഇതാ ഞാനിലേക്ക് വരമേൽപ്പിക്കുന്നു, നീ എന്നെ ശത്രുവിലേക്കാണ് വലിച്ചെറിയുന്നതെങ്കിൽ പ്രശ്നമില്ല, ഞാൻ കൂട്ടാക്കുന്നതല്ല. നീ അല്ലാത്തതിലേക്കാണ് വലിച്ചെറിയുന്നതെങ്കിൽ അതിലും എനിക്ക് പ്രശ്നമില്ല, പക്ഷേ നീ എന്നെ ആക്ഷേപിക്കരുത്. അതുകൊണ്ട് എന്നിൽ വല്ല വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ വീഴ്ചകൾ നികറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് കല്ലേറുകൊണ്ട് തായിഫിൽ വിടവാങ്ങിയപ്പോൾ രംഗം മഹാപ്രയാസമുള്ള രംഗമാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ മക്കയിൽ 13 കൊല്ലം പ്രബോധനം ചെയ്തു, എന്നിട്ട് 10 കൊല്ലം പ്രബോധനം ചെയ്തു, എന്നിട്ട് സ്വന്തം താങ്ങും തണലുമായ അബൂ താലിബ് മരിച്ചു. അതിനു മുമ്പ് സ്വന്തം താങ്ങും തണലുമായ അവരുടെ ആദർശം ഉൾക്കൊള്ളുന്ന മഹദിയായ നമ്മുടെ നേതാവായ ഖദീജയും മരിച്ചു റളിയല്ലാഹു തആല അൻഹ. ഇവർ രണ്ടും മരിച്ച ശേഷം പിന്നെ മക്കയിൽ രക്ഷയില്ല എന്ന് കണ്ടപ്പോഴാണ് അവർക്ക് ദൂരെ ബന്ധമുള്ള വളരെ അകലെയുള്ള ബന്ധമുള്ള ഒരു സഖീഫ് ഗോത്രക്കാർ തായിഫിലുണ്ട്, ആ ഗോത്രക്കാരെ കണ്ടു നോക്കാമെന്ന് മനസ്സിലാക്കിയിട്ട് അവിടേക്ക് പോയത്. അപ്പോൾ തായിഫിലേക്ക് പോയപ്പോൾ അവിടെയുള്ള നാട്ടുമൂപ്പന്മാർ ചെരുപ്പ് കൊണ്ടും വലിയ വസ്തുക്കൾ കൊണ്ടും കല്ലുകൊണ്ട് എറിയാൻ വേണ്ടി കൽപ്പിച്ചു. അങ്ങനെ അവിടെയും കല്ലേറാണ് കൊണ്ടത്. ആ സന്ദർഭത്തിലാണ് ഈ പറയുന്ന പ്രാർത്ഥന എന്നാണ് ചരിത്രം പറയുന്നത്. ഏതായാലും ഇരിക്കട്ടെ, റസൂലുള്ളാഹിക്ക് മഹാപ്രയാസം വന്നത് എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ ആയിഷ പറയാണ് റളിയല്ലാഹു തആല അൻഹ, റസൂലുള്ളാഹി എന്നോട് പറഞ്ഞു, റസൂലുള്ളാഹിക്ക് ഏറ്റവും ജീവിതത്തിൽ പ്രയാസം ഉണ്ടായ രംഗം ഒന്ന് തായിഫിലാണ്, മറ്റൊന്ന് ഈ കാണുന്ന ഉഹദ് പർവ്വതത്തിന്റെ മുമ്പിലാണ് റസൂലുള്ളാഹി വളരെ പ്രയാസപ്പെട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് രക്ഷ നൽകട്ടെ, കരുണ നൽകട്ടെ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് വഅൻഇം അലാ അബ്ദിക വറസൂലിക മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വത്താബിഈന ലഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ.